അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി നീ സാക്ഷി പറയണേ പടച്ചോനെ. എടോ, റമളാനിലെ ഒരു നോമ്പിന് പകരം ജീവിതകാലം മുഴുവനും നോമ്പൊടിച്ചാലും പകരമാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് നോമ്പ് തരുമാറാകട്ടെ. നമ്മളെല്ലാം സലാം പറഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് പ്രതീക്ഷ അടക്കാം. അള്ളാഹു ഒരു നോമ്പ് കൂടെ നമുക്ക് തന്ന അത്രയും വലിയ ഭാഗ്യം. അള്ളാഹു നമുക്ക് 30 നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കളിയും തമാശയുമാടോ നമുക്ക് ബഹുമാനമില്ല. നമുക്ക് ഈ റമളാൻ മാസത്തിൽ പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല. പടച്ചവനെ, നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കണ്ടുകൊണ്ട് കാണുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ടുപോലും ചിന്തിക്കുന്നത് പാപമാണ്. പടച്ചം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയി പോയത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? എത്ര ഉപദേശങ്ങൾ കേൾക്കുന്നു? നമ്മളെ പോലെ ഉപദേശം കേൾക്കുന്ന ഒരാളും ലോകത്തില്ലടോ. ജനിച്ചത് മുതൽ തുടങ്ങുകയാണ് മരണം വരെ പടച്ചവനെ ഒരുപാട് ഉപദേശങ്ങളും എല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ വേറെ ഒരു സമുദായത്തിനും ഉപദേശം കിട്ടാറില്ല. എന്നിട്ടും പടച്ചവനെ നമുക്ക് നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ. 40 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുമല്ലോ. മുടിയൊക്കെ നരച്ചുപോയി, പ്രായമായി, ഒരുപാട് രോഗമായി. വാപ്പാ, നിനക്ക് നന്നാകാൻ കഴിയുന്നില്ല. പെങ്ങളെ, നിനക്ക് നന്നാകാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെടുന്ന പറയുകയാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. അല്ലാഹുവിന്റെ 4 ഗ്രന്ഥങ്ങളായ 4 കിതാബുകൾ. തൗറാത്ത് ഇറങ്ങിയത് റമളാനിലാണ്, സബൂർ ഇറങ്ങിയത് റമളാനിലാണ്, ഇഞ്ചീൽ ഇറങ്ങിയത് റമളാനിലാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ആ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? ഏത് ഉപദേശവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ. എന്ത് കണ്ടിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ. അതാ കരിമ്പാറയെ പോലെ ഹൃദയങ്ങൾ കല്ലുപോലെ ഉറച്ചു പോവുകയാണ്. തെറ്റു ചെയ്യാൻ നമുക്ക് പേടിയില്ലാതെ മാറിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? രോഗമറിഞ്ഞിട്ട് ചികിത്സിക്കണമല്ലോ, രോഗമറിഞ്ഞിട്ട് ചികിത്സിക്കണമല്ലോ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം അറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാര് റമളാനിൽ ഖത്തം ഓതിയല്ലോ. ഒരു ഖത്തമെങ്കിലും ഓതിയവരുണ്ടല്ലോ, ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ബഹുമാനിക്കാത്തത് വന്നാൽ, ആ ഖുർആനിനെ ബഹുമാനിക്കാതെ വന്നാൽ
ആ ഖുർആനിനെ ആദരിക്കാതെ വന്നാൽ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്തു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കുകയാണ്, അവൻ നന്നാകുന്നില്ല, അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, അവൻ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വൈന തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവനുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവനുണ്ടല്ലോ, ആ പരിഗണിക്കാത്തവന് പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷ എന്താ? വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, ഈമാനിന്റെ പ്രകാശം കേറൂല, അവൻ ഒരു കാലത്തും നന്നാകില്ല, അവൻ ഒരു കാലത്തും നന്നാകില്ല. ആരൊക്കെ പ്രഭാഷണങ്ങൾ നടത്തിയാലും, എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, എത്ര പൊട്ടിക്കരഞ്ഞാലും, എത്ര വയല് പറഞ്ഞാലും, എന്തെല്ലാം അവന്റെ കണ്ണിൻ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താലും, എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. പടച്ചവനെ, മാതാപിതാക്കൾ ചോദിക്കുകയാണ്, എന്തേ ഉസ്താദേ പ്രായമാകട്ടെ എന്റെ മക്കള്, എന്റെ വാപ്പ നന്നാകാത്തതെന്താണ്, എന്റെ ഉമ്മ നന്നാകാത്തതെന്താണ്? 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, രോഗമായി മുടി നിറച്ചു, എന്നിട്ടും എന്റെ വാപ്പ നന്നാകുന്നില്ല, എന്റെ ഉമ്മ നന്നാകുന്നില്ല. ഉമ്മമാര് പറയുന്നു, ഉസ്താദേ 18 വയസ്സേ ആയുള്ളൂ, 20 വയസ്സേ ആയുള്ളൂ, അവന് തല്ലുകയാണ്, അവന് ചീത്ത വിളിക്കുകയാണ്, അവന് കയർത്തു സംസാരിക്കുകയാണ്, അവൻ എന്തു ജീവിതമാണ് ഉസ്താദ്? എല്ലാവരും സങ്കടത്തോടെ പറയാറുണ്ടല്ലോ, എത്ര ഉപദേശം കൊടുത്തിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നന്നാകില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും നന്നാകില്ല. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എല്ലാവരും ചോദിക്കുന്നല്ലോ, എടോ എന്തേ നമ്മൾ നന്നാകാത്തെ? എൻ്റെ ഉപ്പ, ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് നന്നാകുന്നില്ല? പ്രായം കുറയായി, 30, 40, 50 കൊല്ലമായി, ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുട്ടികളോട് എന്തെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാകണില്ല. ഒരു കളിയാക്കലും പരിഹാസവാ, അവർക്കൊന്നും ഇന്ന് വിശ്വാസമില്ല പല കാര്യങ്ങളിലും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശൈത്താന്മാരെയും, എല്ലാ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിട്ട് നിനക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? റമളാനിന്റെ 24 25 നോമ്പായി, നീ എത്ര ജുസു ഖുർആൻ പാരായണം ചെയ്തു? നീ എത്ര ഖുർആനത്തിലെ എത്ര സൂറത്തുകൾ പാരായണം ചെയ്തു? എത്ര ഖത്തം ഓതി നീ? എത്ര സദഖ കൊടുത്തു? എത്ര സക്കാത്ത് കൊടുത്തു? ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. എത്ര നിസ്കരിച്ചു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. എത്ര കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല. ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദെ ഞാൻ ആഴ്ചയിൽ ഖത്തം ഓതുന്നു. എന്തിനാ ഉമ്മ ഖത്തം ഓതുന്നേ? ഉസ്താദെ ഞാൻ റമളാനിൽ 3 ഖത്തം ഓതാറുണ്ട്, ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. ഉമ്മ, വെറുതെ ഇങ്ങനെ ഓതി തീർക്കാനുള്ള ഏതെങ്കിലും ഒരു പുസ്തകമല്ല ഖുർആൻ. നിനക്കതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുന്നു, നിനക്കതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വയല് കേട്ടിട്ടല്ല പണ്ടുള്ളവർ മുസ്ലിമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്ക്. ഉമർ തങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്ക്. വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറിനെ കുറിച്ച് പറയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്താ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ ഉമറിന്റെ ജീവിതം എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഈ കാട്ടാളനായ ഉമർ നന്നായത് ഖുർആനിലെ 4 ആയത്ത് കേട്ടപ്പോഴാ. ഈ ഉമർ വയല് കെട്ടിട്ടല്ല നന്നായത്. ഈ ഉമർ ഏതെങ്കിലും ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ട് നന്നായതല്ല. ആ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിൽ മാറ്റം വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ആ സൂറത്തിലെ ആ അധ്യായത്തിലെ 5 or 6 ആയത്തുകൾ കേട്ടപ്പോൾ ആ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിൽ പോലും മാറ്റം വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്തേ സഹോദര നമുക്ക് മാറ്റം വരാത്തത്? എത്ര ഖത്ത് ഓതുന്നു നമ്മൾ എത്രയോ ഖുർആൻ ഓതുന്നു, എത്രയോ ആയത്തുകൾ കേൾക്കുന്നു, പരിഗണിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. ഇതെന്തിനാ അല്ലാഹ് ഇറക്കിയേ? എന്തിനാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്? എനിക്ക് നിങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയല്ലേ? ഈ ഖുർആനിന്റെ പവർ എന്തെന്നറിയോ? ഒരാൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനും ഖുർആനിന് പവർ ഉണ്ട്, ഒരാൾക്ക് നരകം വാങ്ങിച്ചു കൊടുക്കാനും ഖുർആനിന് പവർ ഉണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരൊറ്റ ആയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഖുർആൻ ഊതുന്നത് കേട്ടപ്പോഴാണ് ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അവിടെ ഇന്നാൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉമർ തങ്ങൾ കടന്നു ചെന്നിട്ട് അവസാനം നസീഹത്ത് കേട്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായതെന്ന് ചരിത്രം അവിടുന്ന് പറയുമ്പോ ഏത് നന്നാകാത്തവനും ഖുർആൻ ഊതിയാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടാ നന്നാകുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈൽ. ഇഷ്ടപ്പെടുന്ന പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരനാണ് ഫുളൈൽ. ആ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് വ്യഭിചരിക്കുന്നതിന് വേണ്ടി അതിക്രമിച്ചു കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. ഒരേ ഒരായത്തേ കേട്ടുള്ളൂ, ഒരേ ഒരായത്തേ കേട്ടുള്ളൂ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു ചോദിക്കുന്ന ഫുളൈലേ, നന്നാകാ സമയമായില്ലേ ഫുളൈല്? നന്നാകാ സമയമായില്ലേ ഫുളൈല്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ കൊട്ടേഷ സംഘത്തിന്റെ നേതാവായി മോശമായ ജീവിതം നയിച്ചിരുന്ന ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ അവിടുന്ന് ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് ചരിത്രം പറയുമ്പോ എത്രയോ ആയത്തുകൾ കേൾക്കുന്നു, എത്രയോ സൂറത്തുകൾ കേൾക്കുന്നു, എത്രയോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല, നന്നാകാൻ കഴിയുന്നില്ല. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നന്നാകില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. ഇന്ന് പറയുന്നവനെ പരിഗണത, പറയുന്നവനെ കളിയാക്കുന്ന കാലമാണ്, ട്രോളുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ജീവിതം ആസ്വദിക്കാനുള്ളതെന്ന് ആരാ പറഞ്ഞത്? ചിരിയും കളിയും തമാശയുമായി എല്ലാരും ആസ്വദിച്ച് നടക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ, അധികമായിട്ട് ആസ്വദിക്കുമ്പോ, അധികമായിട്ട് ചിരിക്കുമ്പോ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാ ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി
വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ. കാലിൽ കിടക്കുന്ന അധികം ചിരിച്ചും കളിച്ചും ആസ്വദിച്ചു നടക്കാം. ഇന്നത്തെ യുവതലമുറയ്ക്കൊന്നും ഉസ്താദന്മാരെ കളിയാക്കാനാ ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വലിയ ഉഷാറ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഭയപ്പെടണം. ഇവിടെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇതിനെതിരായിട്ട് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. എല്ലാവരും ബോധവൽക്കരണ ക്യാമ്പുകൾ, ഉസ്താദന്മാരൊക്കെ മദ്രസകളിലും പള്ളികളിലുമൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്ക് കള്ളും കഞ്ചാവിനും എതിരുള്ള അതൊന്നുമല്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോകുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇന്നത്തെ എത്ര പേർക്ക് വിശ്വാസമുള്ളത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ഏത് മക്കൾക്കാണോ വിശ്വാസമുള്ളത്? ഞാൻ ഒരു ഉദാഹരണം, നമ്മളെ പേടിക്കേണ്ട കാര്യം അതാ. ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇന്നത്തെ കുട്ടികൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഒരൊറ്റ ഉദാഹരണം, ഈ താടിയും തഴമ്പുള്ള കാക്കാമാരൊക്കെ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് പോയി, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ. നബി തങ്ങൾ പറയുന്ന ഒരു സാധാരണ ഒരു മരം, വലിയ പ്രത്യേകതയുള്ള മരമൊന്നുമല്ല. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാ. ഒരാൾ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നു സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ. 1 കൊല്ലമോ 10 കൊല്ലമോ 50 കൊല്ലമോ അല്ല, 100 കൊല്ലം സഞ്ചരിച്ചു. ലാ യഖ്തഉഹ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയി മക്കളോട് വാപ്പാനോട് എന്തേ വാപ്പ അലയിക്കട്ടെ മോനെ ദുആ ചെയ്യണം, അവിടെ വാപ്പായ്ക്ക് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് സ്വർഗത്തിന്റെ വലുപ്പം അറിയോ? സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ 100 വർഷം വാഹനപ്പുറത്ത് സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഈ താടിയും തഴമ്പുള്ള ഏതെങ്കിലും വാപ്പ വീട്ടിൽ പോയി പറഞ്ഞ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. എന്തൊരു തള്ളലാ വാപ്പ നിങ്ങൾ തള്ളണേ. എടാ 100 കൊല്ലം സഞ്ചരിച്ച തീരാത്ത മരവോ? ഈ താടിയും തഴമ്പുള്ള ഉസ്താദ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു വയ്ക്കേ, 100 കൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാ അവൻ വിശ്വസിക്കുന്നില്ലടോ. ഉമ്മ രാത്രി പോയി രാവിലെ ഭക്ഷണത്തിന് വേണ്ടി നീ ഒരു ചായ വെക്കുമ്പോഴാ നിന്റെ മോളിങ്ങനെ വന്ന കൈയൊന്ന് തട്ടിയിട്ട് കൈ പൊള്ളി, എന്തൊരു ചൂടുമ്മ, എന്തൊരു ചൂട്. അപ്പോഴാ ഉമ്മ പറയണേ, ഇതൊന്നും ഒരു ചൂടല്ല മോളെ, എടോ നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ ദുനിയാവിലെ തീ. ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ മക്കള് നമ്മളെ കളിയാക്കും. വിശ്വാസമില്ലാതെ പോകുന്നടോ, വിശ്വാസമില്ലാതെ പോകും. നമ്മൾ ഭയപ്പെടണം. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തു പിടിക്കണം, ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാക്കി എടുക്കണം. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് തിരിയുന്നില്ല. ആ തിരിയാത്തതിന്റെ കാരണം ഈ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാത്തത് കൊണ്ടാ. നിസ്സാരമാക്കുന്നു. ഓതുന്ന ഉമ്മ ഖുർആൻ ഓതുമ്പോ ഒളുവെടുക്കണം. ഒളുവോടുകൂടി വേണം ഖുർആൻ ഓതാൻ. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ച കിട്ടുന്ന ശിക്ഷ അറിയോ? ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കുന്നവന്റെ 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന അത്രയ്ക്കും ബഹുമാനം കൊടുക്കണം ഖുർആൻ ഓതുമ്പോ. അത് മാത്രമല്ല, ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും അല്ലാഹു ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഖുർആനായി ഇന്ന് നമ്മൾ വെച്ച് അമ്മാനമാടുന്നത്. അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല, ബഹുമാനമില്ല. മരിച്ച വീട്ടിൽ ഓതാനുള്ള ഒരു ഗ്രന്ഥമായി, റമളാനിന്റെ 27-ാം രാവിലെ പൊടി തട്ടിയെടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറുന്നു. ആ ഖുർആൻ സാധാരണ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാ നമുക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനെ ബഹുമാനിക്കാൻ പഠിക്ക്. ആ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്ക്. ആ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആൻ അള്ളാഹു
അള്ളാഹുവിന്റെ കലാമ. അള്ളാഹു നമുക്കതിനെ ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ അവസാനത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് പാസ് ഉറപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് രണ്ടല്ലേ ആവശ്യമുള്ളൂ? നിങ്ങൾക്ക് ഇത് രണ്ടുമല്ലേ ആവശ്യമുള്ളൂ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എന്താ വേണ്ടേ? എന്താ ഈ റമദാനിന്റെ അവസാനത്തെ 10 എന്താ വേണ്ടേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്കുള്ള പാസ്. ചിലര് പോക്കറ്റിൽ 2 എണ്ണം വെച്ചേക്കാ. ഒന്ന് നിനക്കും, പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേറൊരെണ്ണം. ചിലരുടെ കൈ 2 പാസ് ഉണ്ട്, ഒന്ന് ഓനും, പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ ഒരെണ്ണം. അങ്ങനെ ഉണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടിനുമുള്ള ഓരോ വഴികൾ പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കണം. അതിനുള്ള ഓരോ നന്മകൾ ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? എന്തോ ഇങ്ങളെ ഇങ്ങനെ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ 2 സൂറത്തുകൾ ഓതിയാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 സൂറത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഒരു സൂറത്ത് ഓതിയാ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, ഒരു സൂറത്ത് ഓതിയാ നീ സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പേടിക്കണ്ട, ബഖറ ഒന്നുമല്ല. ഇനി അത് പേടിക്കണ്ട, ഏറ്റവും വലിയ സൂറത്താണെന്ന് പേടിക്കൊന്നും വേണ്ട. അൽഹംദുലില്ലാഹ് 2 സൂറത്തുകൾ പറഞ്ഞു തരാം, പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഖുർആൻ ഉസ്താദന്മാരൊക്കെ എപ്പോഴും വഴുതു പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഖുർആനിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ബഷീർ ഉസ്താദിൻ്റെ അടുക്കൽ ഒരു ഡേറ്റ് ചോദിക്കാനിരിക്കുന്നുണ്ട്. മെയ് മാസത്തിൽ ഞാൻ എല്ലാ വർഷവും 3 കൊല്ലമായിട്ട് ഹോളി ഖുർആൻ, ഹിഫ്ദുൽ ഖുർആൻ അവാർഡ് നടത്താറുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ എല്ലാ വർഷവും ഹോളി ഖുർആൻ നടത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 4ാമത് വാർഷികം. 1ാമത്തെ സമ്മാനം തന്നെ 1.25 ലക്ഷം രൂപയാണ് ഹാഫിദിന്. പെൺകുട്ടികൾക്ക് 1 പവൻ സ്വർണ്ണം. ഇപ്പൊ പിന്നെ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ. എങ്കിലും അൽഹംദുലില്ലാഹ് ഞാൻ നടത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. ഉസ്താദിനകത്തൊരു ഡേറ്റ് തരണമെന്ന് ഇപ്പൊ കണ്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഖുർആനിനെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 2 സൂറത്തുകൾ പറഞ്ഞു തരാം. ഒരു സൂറത്ത് ഓതിയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, ഒരു സൂറത്ത് ഓതിയാ സ്വർഗത്തിൽ പോകും. ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് പെട്ടെന്ന് കഴിയില്ലടോ, പെട്ടെന്ന് ഇങ്ങോട്ട് കഴിയില്ല. എന്തുകൊണ്ടാ? ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ചെറിയ സൂറത്തുകളായി നമ്മൾ കാണരുത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്ത് ഏതാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്തിരുന്ന് ഖുർആൻ ഓതുകയാ. സ്വഹാബത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ വന്നിരുന്നപ്പോ സ്വഹാബത്ത് പടച്ചവനെ ഖുർആൻ ഓതുന്നത് അവിടുന്ന് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ ഖുർആൻ ഓതു സ്വഹാബ. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഖുർആൻ ഓതാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഏത് സൂറത്ത് ഓതാനാ നബിയേ? ഏത് സൂറത്താണ് ഞാൻ പാരായണം ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ പടച്ചവനെ സ്വഹാബി അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ആ സ്വഹാബി അവിടുന്ന് ആ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സ്വഹാബി അവിടുന്ന് പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കരയുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീരിങ്ങനെ താടിയിലൂടെ വീഴുകയാണ്. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ നിങ്ങൾ എന്തേ കരയാത്തത്? നിങ്ങൾ എന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതും പറഞ്ഞു പോതാൻ, രണ്ടാമതും അതേ സൂറത്തു തന്നെ പാരായണം ചെയ്യുകയാണ്. നബി തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരയുകയാണ്. പ്രവാചകനെ കരയുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ കൂടെ കരയുകയാണ്. പടച്ചവനെ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ മൂന്നാമതും ചോദിക്കുന്നു, സ്വഹാബാ നിങ്ങൾ കരയാത്തതെന്തേ സഹാബാ? സ്വഹാബത്ത് പറഞ്ഞു, കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോ കരയണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഈ സൂറത്ത് പാരായണം ചെയ്താ കരയണേ. ഈ സൂറത്ത് പാരായണം ചെയ്താൽ സഹാബത്തെ നിങ്ങൾ കരയണേ. നബി തങ്ങൾ പറയുകയാണ്, കരച്ചല് വരുന്നില്ലേ? ഫഇല്ലം തബ്കൂ ഫതബാകൂ. നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോ കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയണേ, കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയണേ. കരച്ചല് വരുന്നില്ലേ? നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ടൊന്ന് പാരായണം ചെയ്തു നോക്കൂ. അതിന്റെ പരിഭാഷ കാണുമല്ലോ, തഫ്സീർ കാണുമല്ലോ. സഹോദരാ, വായിച്ച കണ്ണ് നിറഞ്ഞു പോകും സഹോദരാ. ഏത് നന്നാകാത്തവനും നന്നാകുമടോ. ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഏത് വൃത്തികെട്ടവനാകട്ടെ, ഏത് മോശമായ ജീവിതം നയിക്കുന്നവനാകട്ടെ, അവന്റെ ജീവിതത്തിൽ മാറ്റം വരും സഹോദരാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തകാസുർ എന്ന് പറയുന്ന ഈ അധ്യായമുണ്ടല്ലോ, അത് പാരായണം ചെയ്യുമ്പോ കരഞ്ഞ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും, നരകമോചനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കരയാൻ പറ്റുമെങ്കിൽ കരയൂ, കരയാൻ പറ്റുമെങ്കിൽ കരയൂ. കരയാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടോ. കാരണം പടച്ചവനെ, നമ്മുടെ ഹൃദയം അതുപോലെയായി പോയി. അതാ പാപങ്ങൾ ചെയ്ത് ചെയ്ത് അതാ ഓരോ കുത്തുകയാണ്. വീണ് വീണ് നമ്മുടെ ഹൃദയം കറുത്തു പോയിരിക്കുകയാണ്. പടച്ചവനെ, നമുക്ക് കരയാൻ കഴിയില്ല. സഹോദരാ, ഒന്ന് അഭിനയിക്കുമോനെ, അത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അഭിനയിക്കാൻ അറിയാത്ത ആരുമില്ലല്ലോ. ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, 3000 കൊല്ലം കത്തിച്ച പടച്ചറപ്പിന്റെ ഭയാനകമായ പാപങ്ങൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ഇത് പറയുമ്പോ ചോദിക്കും, ഉസ്താദേ, എവിടെയാ നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ, ഭൂമിയുടെ അടിത്തട്ടിലാണോ? എവിടെയാ
അല്ലാഹു നരകമൊരുക്കി വെച്ചിരിക്കുന്നത്. ചുമ്മാതെ പറയുന്നതാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന യുവത്വമേ, മോനെ ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലോ? ഞങ്ങൾ നരകമുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലോ? കളിയാക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നരകമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ നരകത്തെ കാണുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. കണ്ണുകൊണ്ടാ കണ്ടാ വിശ്വസിക്കുമല്ലോ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ ചെറുപ്പക്കാരാ? എന്നാ പെങ്ങളെ, ആ നരകത്തെ നീ കാണുന്ന ഒരു ദിവസമുണ്ട്. എന്നാണ് കാണുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയെ പോലെ, പന്നിയെ പോലെ, കഴുതയെ പോലെ, പേപ്പട്ടിയെ പോലെ നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്തിൽ കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. പേടിച്ച് വിറച്ചുകൊണ്ട് ചെമ്പിന്റെ തറയിലൂടെ നടന്നു പോകുന്ന പരലോകം. അല്ലാ, നാളെ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ചെറുപ്പക്കാരാ, ഉസ്താദേ വല്ലാത്ത ചൂടാണ് ഉസ്താദ്, റമളാനിലെ വല്ലാത്ത ചൂടാ ഉസ്താദ്. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പിങ്ങനെ ഒഴുകുകയാണ്. സങ്കടം പറയുന്ന പെങ്ങള്, ഇതൊക്കെ ഒരു ചൂടാണോ ചെറുപ്പക്കാരാ? 15 കോടി 15 ലക്ഷം കിലോമീറ്ററിന് മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ച് 12 മണിയായിട്ടും നിനക്ക് ചൂടെടുക്കുകയാണ്, നിന്റെ ശരീരം വിയർക്കുകയാണ്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാട് മുകളിലാ. അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴേക്ക് ഇറക്കുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാണ്. റബ്ബേ ചെമ്പിന്റെ തറയിലാണ്, ഉടുതുണിയില്ല. എല്ലാവരും പടച്ചവനെ നഗ്നരായിട്ട് നിൽക്കുകയാണ്. അല്ലാ, വിയർപ്പിങ്ങനെ ഒഴുകുകയാ പെങ്ങള്. ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല ദങ്ങുച്ചെന്ന കോള. പെങ്ങളെ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാണ്. കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് കവിയുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചുകൂടെ, അതാ തിളച്ചുകൊണ്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. അല്ലാഹുവേ, ആ ഭയാനകമായ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെന്നിട്ട് പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവാ മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ. അല്ലാഹു പറയുന്നു നരകത്തെ കൊണ്ടുവരാറ്. മാലിക് എന്ന് പറയുന്ന മലക്ക് കരയുകയാണ്. എങ്ങനാ ജിബ്രീല്, എങ്ങനാ ജിബ്രീല്, ഈ നരകം കൊണ്ടുവരുന്നത് എങ്ങനാ ജിബ്രീല്? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീൽ. മാലിക്കേ, അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്കേ. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. 70,000 ചങ്ങലകൾ എടുത്തു കൊണ്ടുവരാ പറയുകയാണ്. 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തെ എങ്ങ് കെട്ടുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാ. ആ ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഈ
കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാണ്. അല്ലാ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. റബ്ബേ, തലതാട്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് മലക്കുകൾ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാ സിറാജ്? നിങ്ങളൊക്കെ പറഞ്ഞ നരകം എവിടെയാണോ? അത് ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിനടിയിലാണോ? ചോദിച്ച ചെറുപ്പക്കാരാ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ പറയുന്നു, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അല്ലാഹുവേ, രക്ഷിതാവായ അല്ലാഹ്, കണ്ടുപടച്ചവര്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുപടച്ചവന് നരകം കണ്ടു, നരകത്തിന്റെ വലിപ്പം കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വിളി കേട്ടു. അല്ലാഹുവേ പടച്ചവനെ എല്ലാം കണ്ടു. റബ്ബേ ഫർജിഅനാ, ഒരവസരം തരണേ എന്ന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ് മക്കളെ, ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ ഒന്ന് കരയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ ഒന്ന് കര, പെങ്ങള് വാപ്പമാരെ ഒന്ന് കരയാൻ തീരുമാനിക്കൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരട്ടെ, പടച്ചവനെ കുറിച്ചുള്ള പേടി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്നാൽ ഇന്നെല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. തോന്നിവാസികളെ പോലെ നടക്കുകയാണ്. പടച്ചവനെ പേടിയില്ലടോ, പടച്ചവനെ എനിക്കും നിങ്ങൾക്കും പേടിയില്ല. ആസ്വദിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ വേണമെങ്കിൽ വിശ്വസിച്ചാ മതികടാ പൊന്നുമോന്. ഇന്നെങ്ങനെ വേണമെങ്കിലും നടക്കാം, വസ്ത്രമിട്ടുകൊണ്ട് നടക്കാം, ഉരിഞ്ഞിട്ട് നടക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം, ചോദിക്കാനും പറയാനും ആരുമില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ആസ്വദിച്ച് നടക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എല്ലാം മറന്നുകൊണ്ട് നടക്കുന്ന പെങ്ങളോട്, മോളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരോട്, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീയൊക്കെ ഓർത്തു വെക്കേണ്ട ഒരായത്തുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്തു വേണമെങ്കിലും കാണിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഇതൊന്നും പറയാൻ പാടില്ല. ഇന്ന് പറയുന്നവനെ പരിഹസിക്കും, ഒറ്റപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കളിയാക്കലാടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. റമളാൻ മാസം, ഇത് റമളാനാണെന്നുള്ള ബോധം പോലും ഇല്ലടോ ഒന്നിനും. ഇത് റമളാനാണെന്നുള്ള ബോധം ആർക്കാ ഉള്ളേ? റോഡിൽ ഇറങ്ങാൻ പറ്റണില്ല. എന്റെ പെണ്ണുങ്ങൾ വിചാരിച്ചിരിക്കണത് റമളാനിന്റെ അവസാനത്തെ 10 പർച്ചേസിനുള്ളതാണെന്നാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കുന്നംകുളം ഞാൻ ഇങ്ങനെ വരുമ്പോ ഏത് ടൗണിൽ ചെന്നാലും തിരക്കടോ, എല്ലാ ടൗണിലും പർച്ചേസിന് വേണ്ടി ഇറങ്ങാം. എൻ്റെ പെങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ള ഒരു സഹായം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ തുണി എടുക്കാൻ പൊക്കോ, അതൊക്കെ നല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? ആ തുണിയെടുക്കാൻ പോകുന്ന കടയിൽ നിൽക്കുന്നത് ഒരു മനുഷ്യ ജന്മമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. എന്നോടൊരു തുണിക്കടയിൽ നിൽക്കുന്ന ഒരു ചങ്ങാതി പറഞ്ഞൊരു സങ്കടവാ, നിങ്ങൾ അങ്ങോട്ട് പോകും, അതെടുക്ക് 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 അതെടുക്ക്. ആ കടയിലുള്ള തുണികൾ മൊത്തവും നിങ്ങൾ എടുക്കും, എന്നിട്ട് ഒന്നും എടുക്കാതെ ഇറങ്ങിയൊരു പോക്കുണ്ട്. ആ പാവപ്പെട്ടവൻ തന്നെ അത് മുഴുവനും മടക്കി വെക്കണം പെങ്ങളെ. ആ പാവപ്പെട്ടവന്റെ സങ്കടം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിറങ്ങിപ്പോകും. ആ ചങ്ങാതി അത് മുഴുവനും തിരിച്ച് അവന്റെ ജോലി അത് മൊത്തം പറക്കി വെക്കല.
ഒരു സഹോദരൻ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, നമ്മൾ ഇങ്ങനെ നടക്കുക, എങ്ങനെ വേണമെങ്കിലും നടന്നോ, കളിയും തമാശയും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല മക്കൾ ഈ അടുത്ത് മൊബൈലിൽ കണ്ടു, റമദാൻ മാസം ഇന്ന് കളിയും തമാശ, ഇന്ന് ഒളിച്ചിരുന്ന് നോമ്പ് മുറിക്കുന്ന നോമ്പില്ലാതെ പകലിരുന്ന് തിന്നുന്ന വീഡിയോ റീലിടുന്ന മക്കളുടെ കാലമാണ്. ഇന്ന് കുട്ടികൾ നോമ്പ്, ഒരു പാട്ട് തന്നെയുണ്ട്, ഇന്ന് പാട്ട് തന്നെ പകല് നോമ്പ് പിടിക്കാതെ ഇരുന്ന് തിന്നുന്ന വീഡിയോ റീലാക്കി ഇട്ടിട്ട് ലൈക്ക് തിണ്ടുന്ന മക്കളുടെ കാലം. നല്ല മക്കൾ അവരുടെ ഇടയിലുണ്ടോ? നമുക്കറിയാഞ്ഞിട്ടാ. എടുത്ത് എറണാകുളത്ത് വെച്ച് ഒരു ചെറിയൊരു മുത്താല്യമായ ഒരു മകന്റെ മുമ്പിൽ ഒരു യൂട്യൂബർ ചെന്നിട്ട് പറഞ്ഞു, മോനെ നോമ്പ് മുറിച്ച 500 രൂപ തരാം. 500ന്റെ നോട്ടെടുത്ത് കൊടുത്തു. അതാണ് മക്കളെന്ന് പറഞ്ഞ അങ്ങനെ. ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നോമ്പ് മുറിച്ചാൽ നിനക്ക് 500 രൂപ തരാം. ആ പയ്യൻ പറഞ്ഞു, മുറിക്കൂല, 1000 രൂപ തരാടാ. 500ന്റെ നോട്ട് കൊടുത്തു. നോമ്പ് മുറിക്ക്, നിനക്ക് ഞാൻ 1000 രൂപ തരാം. മുറിക്കൂല. ഓനോട് പറയാ, ഇതിപ്പോ എല്ലാരും കാണുന്നുണ്ട്, ഇതൊക്കെ ഒരു സോഷ്യൽ വർക്കല്ലേ, ചെയ്തോളാൻ. ആ പയ്യനോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ഹെഡ്സെറ്റ് തരാം, നീ നോമ്പ് മുറിക്ക്. ഇല്ല. 1.25 ലക്ഷം രൂപയുടെ ഐഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നോമ്പ് മുറിച്ച് ഐഫോൺ തരാം. അപ്പോഴും പറഞ്ഞു, മുറിക്കില്ല. അപ്പൊ യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, എന്തേ മോനെ നീ നോമ്പ് മുറിക്കാത്തത്? വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു ഭാഗ്യമല്ലേ? ആ പൊന്നുമോൻ പറയുന്നൊരു മറുപടി ഉണ്ട്, എടോ റമളാനിലെ ഒരു നോമ്പിന് പകരം ജീവിതകാലം മുഴുവനും നോമ്പൊടിച്ചാലും പകരമാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് നോമ്പ് തരുമാറാകട്ടെ. നമ്മളെല്ലാം സലാം പറഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് പ്രതീക്ഷ അടക്കാം. അള്ളാഹു ഒരു നോമ്പ് കൂടെ നമുക്ക് തന്ന അത്രയും വലിയ ഭാഗ്യം. അള്ളാഹു നമുക്ക് 30 നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കളിയും തമാശയുമാടോ നമുക്ക്? ബഹുമാനമില്ല നമുക്ക്. എടോ ബഹുമാനം തന്നെ ഇല്ല. ഞാൻ ഇന്നലെയും പള്ളിയിൽ ഞാനൊരു മജൂസിയായ ഒരു മനുഷ്യന്റെ ചരിത്രം വായിച്ചു. ഒരു യഹൂദിയായ ഒരു മജൂസിയായ ഒരു മനുഷ്യന്റെ ചരിത്രം വായിച്ചു. എന്താ അദ്ദേഹത്തിനൊരു മകനുണ്ട്, കുരുത്തം കെട്ട മകൻ. മുസ്ലിമീങ്ങൾ നോമ്പ് പിടിച്ചിരിക്കുന്ന കാലത്ത് റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിരിക്കുമ്പോ ഈ മജൂസിയായ മനുഷ്യന്റെ കുരുത്തം കെട്ട മകൻ ഭക്ഷണം കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാരി കഴിക്കും. അപ്പൊ ഇതൊരിക്കെ അച്ഛൻ കണ്ടു, പിതാവ് കണ്ടു. പിതാവ് തന്റെ മകനെ തല്ലിയിട്ട് പറഞ്ഞു, ഇത് റമളാൻ മാസമാ, മുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കുന്ന മാസമാ, നീ അവരുടെ മുമ്പിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നല്ലോ, ഇത് ശരിയല്ല, ആ മാസത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മജൂസിയായ മനുഷ്യൻ തന്റെ മകനെ തല്ലിയിട്ട് ഉപദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹാനായ മനുഷ്യൻ ഈ മജൂസിയായ മനുഷ്യനെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ അദ്ദേഹം സ്വർഗത്തിലിരിക്കുന്നു. അപ്പൊ ഈ മഹാൻ ചോദിച്ചു, അത്രേ, നീ ഒരു മജൂസിയായിരുന്നല്ലോ, നിനക്ക് എങ്ങനെയാ സ്വർഗം കിട്ടിയെന്ന്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നൊരു മറുപടി ഉണ്ട്, എൻ്റെ മരണം അടുത്തു വരുമ്പോ, എൻ്റെ മരണം അടുത്തിങ്ങനെ വന്നപ്പോൾ ആരോ എന്നോട് വന്ന് പറയുന്നുണ്ട്, നീ ഷഹാദത്ത് കലിമ പറയ്, ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് ഷഹാദത്ത് കലിമ പറയാൻ ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്, നീ നല്ലവനാ, നീ റമളാൻ മാസത്തെ ബഹുമാനിച്ചവനാ, ആദരിച്ചവനാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു. അദ്ദേഹം ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ടാ മരിച്ചേ. ആ റമളാൻ മാസത്തെ ബഹുമാനിച്ചതിന് റബ്ബെനിക്ക് തന്ന പ്രതിഫലമാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് ആ മാസത്തുകൊണ്ട് കാണിക്കുന്ന ഒരു ബഹുമാനമില്ലടോ, നമുക്കൊരു ആദരവില്ലടോ. പണ്ട് റമളാൻ എന്ന് പറഞ്ഞ എന്താ സഹോദര, നമ്മുടെ ഇന്നത്തെ റമളാനും പണ്ടത്തെ റമളാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പണ്ട് റമളാൻ മാസം വരുമ്പോൾ 2 കിലോ കുറയും. ഒരാൾ റമളാൻ കഴിയുമ്പോൾ ഓൻ്റെ 2 കിലോ കുറയും, അല്ലെ 2-3 കിലോ ഒക്കെ ശരീരത്തിന്റെ വെയിറ്റ് കുറയും. പടച്ചോനെ, ഇപ്പൊ റമളാൻ കഴിയുമ്പോൾ വെയിറ്റ് കൂടുകയാ ചെയ്യണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന്റെ പ്രതികാരവാ ചെയ്യണേ പടച്ചോനെ. മറ്റേത് 3 നേരം തിന്നത്തുള്ളൂ. ഇപ്പൊ റഹ്മാനായ അല്ലാഹ് നോമ്പ് മുറിച്ച സമയം മുതല് വെളുപ്പാങ്കാലത്ത് സുബഹി 5:15 5:25 ആ ലാസ്റ്റ് അപ്പോഴും ഇത്തിരി കൂടെ കുടിക്കും. ലാസ്റ്റ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഈ സൂറത്ത് പാരായണം ചെയ്യണം. വെറുതെ പാരായണം ചെയ്താൽ പോരാ, കരയിഞ്ഞോണ്ട് പാരായണം ചെയ്യണം. ആ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ നീ കരച്ചിൽ വരുന്നില്ലേ? സീരിയൽ കണ്ടിട്ട് കരയാറില്ലേ? അല്ലേ? കരയുന്നതിന് ആവശ്യമുള്ളതിന് വേണ്ടി കരവങ്ങളെ ആ സൂറത്ത് ഓതുന്ന സമയം കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം
12:45 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടുന്ന് 1:45 മണിക്കൂർ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കുറച്ചു നേരം കൂടി ഇരിക്കല്ലേ, ഒരു നന്മ കൂടെ. എനിക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ വല്ലതും വേണ്ടേ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഒരു സൂറത്ത് കൂടെ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെയ്യൂലേ? നിർത്തണോ പറയണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. പിരിവൊന്നും വേണ്ട. ബഷീർ സാഖ് ഉണ്ടല്ലോ, പിരിവുണ്ടോ? കളക്ഷനൊന്നുമില്ല, കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല ചാരിറ്റി ഉസ്താദ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലത്. അൽഹംദുലില്ലാഹ്. അറിയാതെ സ്വർണം വരെ ഊരി കൊടുക്കും. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പിരിവെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സങ്കടമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ അല്ലേ, പിരിവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസ്ഥ എന്തെന്നറിയോ? റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ടല്ലോ. ഓൻ്റെ അടുക്ക പോയിട്ട് പറയും ഒരു കരിമ്പ് ജ്യൂസ് വേണം. ഓനൊരു 3 കരിമ്പെടുത്ത് മെഷീനകത്ത് വെക്കും. തിരിച്ചും മറിച്ചും അടിക്കും. മാക്സിമം ഊറ്റിയെടുക്കാൻ പറ്റുന്നതിൻ്റെ അവസാനത്തെ ചാറ് ഊറ്റിയെടുക്കും. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണെന്ന്. അല്ല, ഒരു ഇഞ്ചിയും നാരങ്ങായും വെച്ചിട്ട് വീണ്ടും ഒരടിയുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പിരിവെന്ന് പറഞ്ഞാൽ അതാ. അതുകൊണ്ട് ഞാൻ പിരിക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഒരുപാട് നല്ല കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ പറഞ്ഞതിന് ശേഷം അരമണിക്കൂർ ഫൈസി എന്തായാലും പ്രസംഗിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് കടന്നു വന്നു. നബി തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമു എപ്പോ നിസ്കരിച്ചാലും ഖുൽ ഹുവല്ലയോ ഓതുന്നേ. ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. ഈ ചങ്ങാതി വേറെ സൂറത്തൊന്നും ഓതാറില്ല, എപ്പോഴും ഈ സൂറത്താ ഓതണേന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അവരുടെ പരാതി ഉസ്താദ് വലിയ സൂറത്ത് ഓതണില്ലാന്ന്. ഉസ്താദ് വലിയ സൂറത്തുകൾ ഓതുന്നില്ല, ചെറിയ സൂറത്താണ് ഓതുന്നത്, ഈ പരാതി. ഇന്ന് നമ്മളോ വല്ലുഹ മുതൽ താഴോട്ടടിക്കുന്ന പള്ളിയും തിരഞ്ഞടക്ക. ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി ഏതാ? തറാവീഹ് ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളിയാ നമ്മൾ തിരഞ്ഞെടുക്കാം. ഇന്നത്തെ ഉസ്താദന്മാര്, സത്യം പറഞ്ഞാൽ ഉസ്താദന്മാര് വലിയ സൂറത്ത്, തറാവീഹിന്റെ കാര്യമല്ല, ഉസ്താദന്മാര് വലിയ സൂറത്തുകൾ ഓതാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഉസ്താദന്മാർക്കൊക്കെ ഇത്തരം ഓതാൻ അറിയാം. പിന്നെ എന്തിനാണ് ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത്? നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ചെറിയ സൂറത്തുകൾ വേണം പാരായണം ചെയ്യാൻ. കാരണം ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവർ നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്, യാത്രക്കാർ, അത്യാവശ്യത്തിന് പോകേണ്ടവർ, പള്ളി കണ്ടപ്പോൾ ചാടിക്കേറിയവരുണ്ട്. ഉസ്താദ് ആ സമയത്ത് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കണേ അങ്ങാതി ഇയാളെന്തപ്പോ ഹത്ത ഓതുന്നു അവിടെ ചോൻ എന്താ ഇപ്പൊ ഇതിങ്ങനെ എന്തിക്കില്ലേ? നിസ്കരിക്കുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ഓതണമെന്നാ ഞാൻ പറഞ്ഞു വന്നത്. നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, ഇമാം എപ്പോഴും ഈ സൂറത്താ പാരായണം ചെയ്യണേ. ആ നബിതങ്ങൾ ആ സഹാബിയെ കണ്ടു. ആ സഹാബിയോട് ചോദിച്ചു, നിനക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എന്തേ എപ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യണേ? നീ എന്തേ വേറെ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു എന്നൊരു പരാതി ആ സ്വഹാബി നബിതങ്ങളോട് പറഞ്ഞു. നബിയെ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ, അതാ ഞാൻ ഇങ്ങനെ ഓതണേന്ന്. എന്തേ വേറെ ഒന്നുമില്ല, 114 സൂറത്തുണ്ടല്ലോ, എന്തേ ഇതിനോട് മാത്രം ഇത്ര പ്രത്യേകത? എന്തേ ഇതിനോട് മാത്രം നിനക്ക് ഇത്ര സ്നേഹമെന്തേ? ആ സഹാബി നബിതങ്ങളോട് പറഞ്ഞു, അത്രേ, നബിയെ, അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹു അഹദ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാ, അതുകൊണ്ടാണ് നബിയെ ഞാൻ പാരായണം ചെയ്യുന്നത്. നബിതങ്ങൾ പറഞ്ഞു, പൊക്കൊള്ളാൻ, നീ ഒതുക്കൊള്ളാൻ. ആ സ്വഹാബി തിരിച്ചു പോകുമ്പോ പരാതി പറഞ്ഞവരോട് പറഞ്ഞു, അത്രേ, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുപോയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ അറിയാത്ത ആരാവുള്ളത്? എല്ലാവർക്കും അറിയുമടോ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ. അത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താ, അത് തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ. ആ സൂറത്ത് പാരായണം ചെയ്യണം സഹോദരാ. ആ പാരായണം ചെയ്ത സ്വഹാബിയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞതാ മനുഷ്യന് സ്വർഗത്തിലാണെന്നാണ്. നബിതങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ അസ്റ മറ ബനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അത് 10 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ അല്ലാഹുവിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബിതങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം ഈ 2 സൂറത്തുകളാ സഹോദരാ. പെങ്ങളെ, പാരായണം ചെയ്യണേ പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സൂറത്തുകൾ പാരായണം ചെയ്യണേ. ഒന്ന്, നരകമോചനം ലഭിക്കാൻ, നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തിട്ട് നരകമോചനം കിട്ടാൻ കാരണമാകുന്ന സൂറത്താണ്. 2, സ്വർഗപ്രവേശനം ലഭിച്ച് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടുന്ന സൂറത്താണ്. അല്ലാഹുവേ, ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. നിയ്യത്ത് ചെയ്യുന്നവർ മാത്രം ഒന്ന് കൈവക്കിക്കേ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹുവേ, ഈ മജ്ലിസിലിരുന്ന് ആരൊക്കെ കൈവക്കിയോ ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ആ ഉയർത്തിയ കൈ കൊണ്ട് ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭാഗ്യം നൽകണേ പടച്ചോനെ. നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ തമ്പുരാനെ. കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ തമ്പുരാനെ. ഒന്നുകൂടെ പൊക്കിക്കേ. അൽഹംദുലില്ലാ. പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ അർത്ഥം, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അർദുൽ ഉംറ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന, ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, ആരാരെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ. ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, വാപ്പാനെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല, ഭാര്യയെ തിരിച്ചറിയുന്നില്ല. അതാ ബുദ്ധി തിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ടോ ഉസ്താദ്. അങ്ങനെ ഒരു അവസരത്തെ കുറിച്ച് ഉദ്ഘാടനം പ്രഭാഷണം നടത്തിയപ്പോൾ പെടുന്നു പറഞ്ഞല്ലോ, ഒരു നിമിഷം കൊണ്ട് ബുദ്ധി തിരിഞ്ഞു പോവുകയാണ്, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തരുന്നത് അവരുടെ തല, അല്ലാഹു ബുദ്ധി അവരുടെ തല തിരിക്കുകയില്ല, അവരുടെ ബുദ്ധി മറിഞ്ഞു പോകുകയില്ല. അതിനേറ്റവും വലിയ ഉദാഹരണം എന്താണ്? ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, മുദർരിസീങ്ങളുണ്ടല്ലോ, കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അവര് പടച്ചവനെ പ്രായമായാലും അവര് പറയും ദറസെടുക്കണം, ദറസെടുക്കണം, ദറസെടുക്കണം. അവർക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, പഠിപ്പിക്കണം, പഠിപ്പിക്കണം, പഠിപ്പിക്കണം. അല്ലാഹുവേ, എത്ര പ്രായമായാലും, ഏത് രോഗം പിടിച്ചു കിടന്നാൽ, ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും അല്ലാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് പറയും പഠിപ്പിക്കണം, ദറസെടുക്കണം. സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഖുർആനുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ
ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു പ്രതിഫലമാണോ. അവരുടെ ബുദ്ധി മറിഞ്ഞു പോവുകയില്ല. വല്ലാത്ത ഓർമ്മയാ പെങ്ങള്. പണ്ടുള്ള ഉമ്മമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പണ്ടത്തെ ഉമ്മമാര് പടച്ചവനെ അവർക്ക് വല്ലാത്ത ഓർമ്മയാണ്. അതാ 80, 90, 95 വയസ്സുള്ള ഉമ്മാടെ ചാരത്തു ചെന്നിട്ട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചാ നീ ഇന്നവന്റെ മകനല്ലേടാ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരത് എങ്ങനെ ലഭിച്ചതാണെന്നറിയോ? അവരല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തതിലൂടെ പടച്ച റബ്ബ് കൊടുത്ത ഒരു പ്രതിഫലമാ. അതുകൊണ്ട് പെങ്ങളെ ഖുർആൻ ഓദിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തോ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഉമ്മാ എപ്പോഴും ഉസ്താദന്മാരെ കാണുമ്പോ ഏത് വഅദിന്റെ മജ്ലിസിൽ പോയാലും എന്ത് സദഖ കൊടുത്താലും നീ പറയും ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യണേ, നല്ല മരണം കിട്ടാ ദുആ ചെയ്യണേ. പെങ്ങളെ നല്ല മരണം വേണോ പെങ്ങളെ? അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ നീ ബഹുമാനിച്ചാൽ, ആ ഖുർആനിനെ നീ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ നീ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. നല്ല മരണം അല്ലാഹു തരും പെങ്ങള്. അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങൾക്ക് ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ശഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ആരും വെറുതെ കൊടുക്കണ്ട, ഒരാളും വെറുതെ കൊടുക്കണ്ട. നമ്മുടെ 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. ആവശ്യക്കാരൻ ഞാനാണ്, ആവശ്യക്കാരൻ ഞാനാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങളുണ്ടല്ലോ, അപകടങ്ങളുണ്ടല്ലോ, ദുരന്തങ്ങളുണ്ടല്ലോ. ഏത് മാരകമായ രോഗങ്ങളെയും തട്ടിക്കളയാൻ സദഖയ്ക്ക് പവറുണ്ടോ പെങ്ങളെ? ഉസ്താദ് ഒരുപാട് മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല. മാറാൻ ഒരു വഴി നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റുമായിട്ട് വന്നിരിക്കുന്നത് സബ് ജൂനിയർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. ഒരാമീൻ പറ. ഇതെടുക്കാൻ എല്ലാവർക്കും നാണക്കേടാ, ബക്കറ്റ് എടുക്കാൻ എല്ലാവർക്കും നാണക്കേടാ. എന്റെ പേരെന്തോ അയാൻ. ഹാഫിളാവണം കേട്ടോ. അൽഹംദുലില്ലാഹ്. തറാവീഹ് എല്ലാം തലയും കുത്തിയിട്ട് ഓടുന്ന സമയം ഫുള്ള് തറാവീഹ് നിസ്കരിച്ച മകനാ. അള്ളാഹു അവൻ്റെ ഉമ്മാനും ഉപ്പാനും സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന മകനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നീ പോയ ആരും വെറും കൈയോടെ വിടൂല, പൊക്കോ ഇൻഷാ അല്ലാഹ്. അതിനകത്തൊരു ഹിക്മത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടെ നബിതങ്ങൾ പറയുന്ന അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദഖ കൊടുത്ത് ചികിത്സിക്കും. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇന്ന് എത്ര രൂപ കൊടുക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ പൊന്നുമോൻ വരുന്നു. അവന് വീട് വെക്കാനല്ല, അവന് മുട്ടായി വാങ്ങാനല്ല, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, യതീമീങ്ങൾ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവർ, ആ പാവങ്ങൾക്ക് വേണ്ടി ആ പൊന്നുമോൻ വരുന്നത്. ഉള്ളതിൽ പങ്കു കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പെങ്ങളെ നല്ല മരണം അല്ലാഹു തരും. പരിശുദ്ധമായ ഖുർആനിനെ നീ മുറുകെ പിടിച്ചാൽ, ആ ഖുർആനിനെ നീ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണം തരും പെങ്ങളെ.
വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? നിങ്ങൾ എല്ലാവരും മയ്യത്ത് കണ്ടവരാണ്, ജനാസ കാണാത്ത ആരുമില്ല, ഒരുപാട് ജനാസകൾ കണ്ടവരാണ്. എന്നാ ചില മയ്യത്തുകൾ ഇന്നും നമ്മുടെ മുഖത്ത് വരുന്ന ചില മയ്യത്തുകൾ ഇന്നും നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. എന്തൊരു പ്രകാശമാ സഹോദരാ, എന്തൊരു പ്രകാശമാ സഹോദരാ, എന്തൊരു പുഞ്ചിരിയാ സഹോദരാ, എന്തൊരു സുഗന്ധമാ സഹോദരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടുന്ന് പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല, നിന്റെ ജനാസ കണ്ടവര് നിന്നെ മറക്കൂല. അല്ലാഹുവേ, എത്രയോ നല്ല മരണം അല്ലാഹു തരും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരും. നിന്റെ മുഖം കണ്ടവര് മറക്കാത്ത രീതിയിൽ അല്ലാഹു നിന്റെ മുഖത്ത് പ്രകാശം തരികയാണ്. ഇനി മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഖുർആൻ പാരായണം ചെയ്യുന്നവര്, ഖുർആൻ പഠിക്കുന്നവര്, ഖുർആനുമായി ബന്ധമുണ്ടാക്കുന്നവര്, അവര് സാധാരണ ആൾക്കാരല്ല. അവരല്ലാഹുവിന്റെ ഖാസായവരാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ റമളാനിന്റെ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ടൊരു തീരുമാനമെടുക്കു പൊന്നുമോനെ. ഉസ്താദേ, ഈ പറഞ്ഞ 2 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ പാരായണം ചെയ്യുമെന്ന് തീരുമാനിക്കൂ. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുപാട് ചെറുപ്പക്കാര് തീരുമാനമെടുത്തല്ലോ, ഒരുപാട് സഹോദരിമാര് നിയ്യത്ത് ചെയ്തല്ലോ. വെറുതെ ആകില്ല പെങ്ങള്. ചേറ്റുവായുടെ പരിസരത്തുള്ള പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വെള്ളം ചൂടാക്കുകയാ. അല്ലാഹുവേ, വീടിന്റെ പരിസരത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അതാ നിന്നെ എടുത്തുകൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നജസ്സുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാണ്. അവിടെ നിന്ന് സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാണ്. അവസാനം നിന്നെ ഒളിവെടുപ്പിക്കുന്നു പെങ്ങള്. ചെറുപ്പക്കാരാ, വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ അവിടെ നിന്ന് പൊതിയുകയാണ്. എന്നിട്ട് പുറത്തു വന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കാർ, എല്ലാവരും ഒന്ന് മാറി നിൽക്കാർ. എല്ലാവരും അനുസരണയോട്, എത്ര തിരക്കുള്ള വീടാണെങ്കിലും എല്ലാവരും ഒന്ന് മാറി നിൽക്കുകയാണ്. അതാ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയിൽ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുമ്പോ എന്തൊരു തിരക്കാണെന്നറിയോ? നിന്റെ വീട്ടിൽ ഇതുപോലെ തിരക്ക് കൂടിയിട്ടില്ല. വിളിക്കാതെ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. വിളിച്ചില്ല എന്നാർക്കും പരാതിയില്ല. എല്ലാവരും നിന്റെ വീട്ടിൽ വന്ന് നിന്റെ മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതറിയുമോ മോനെ? മുക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ആ പഞ്ഞിയെടുത്തു നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാ. കാണേണ്ടവരൊക്കെ കണ്ടോ,
കാണണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്. റബ്ബേ, എല്ലാവരും തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പുതിയാർ. സുബ്ഹാനല്ലാഹ്. ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാ. ആ ജനാസയങ്ങ് പൊതിയുകയാണ്. 3 കെട്ടുകൾ കെട്ടുകയാണ്. പടച്ചവരെ, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടില് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ ജനാസയാ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്. ചെറുപ്പക്കാരാ, ആരാണ് മോനെ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? എന്റെ പെങ്ങളോട് ചോദിക്കുകയാ, ഉമ്മാ നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവളാ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തവളാ. നീ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവളാ. അല്ലാഹുവിന്റെ വിവിഐപിയാ ഉമ്മാ. നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത് നിസ്കരിക്കാത്തവനാണോ, കള്ള് കുടിക്കുന്നവനാണോ, വ്യഭിചരിച്ചു നടക്കുന്നവനാണോ, അല്ലാഹനെ മറന്നു നടക്കുന്നവനാണോ? അവരല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത്. പിന്നെ ചുമക്കാ വിവിഐപി വരും. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്ത എന്റെ വാപ്പയോട് പറയുകയാണ്, നിന്റെ മയ്യത്ത് ചുമക്കാൻ വിവിഐപി വരും. വിവിഐപി മരിച്ച വിവിഐപികൾ കാണാൻ വരുമല്ലോ. ഇതുപോലെ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത പ്രത്യേകതയുള്ള ഒരു വിഭാഗമാണ് ഖുർആനിന്റെ അഹ്ലുകാർ. ആ അഹ്ലുകാർ മരിക്കുമ്പോ അവരുടെ ജനാസ ചുമക്കാൻ വിവിഐപികൾ ഇറങ്ങി വരും. പെങ്ങള്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. ബാപ്പാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടവര് ചോദിക്കുകയാണ്, സഅദ്, അവിടെന്ന് ചോദിക്കുന്നു, എന്തൊരു പ്രകാശമാ സഅദ്, മുഖത്തെന്ത് പ്രകാശമാ സഅദ്, ഉറങ്ങുകയാണോ സഅദ്, ചിരിക്കുകയാണോ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ അവിടെ അവര് പറയുന്നു, ഉറങ്ങുകയാ. എന്തൊരു മരണമാ പടച്ചവര്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, അവിടെന്ന് സ്വഹാബത്ത് മയ്യത്ത് കെട്ടിൽ വെച്ചിട്ട് അവിടെന്ന് ചുമന്നുകൊണ്ട് പോകുമ്പോ അവര് പറയുന്നു, മയ്യത്തിന് ഭാരമില്ല. സ്വഹാബികൾ പരസ്പരം പറയുകയാണ്, മയ്യത്തിനു ഭാരമില്ല, മയ്യത്തിനു ഭാരമില്ല. സ്വഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. നിബിതങ്ങൾ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. പ്രിയപ്പെട്ട സഹോദരാ, നിബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? സ്ഥലമില്ല സഹാബ, സ്ഥലമില്ല സഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് നടക്കാൻ സ്ഥലമില്ല. ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്. ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ആരും കാണാതെ മണ്ണ് മടിയിൽ വെച്ചു. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രിയായപ്പോ തന്റെ വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, തന്റെ വീടിന്റെ അകത്ത് വല്ലാത്ത പരിമളമാ. പടച്ചവരെ, എവിടെ നിന്നാണ് സുഗന്ധമടിക്കുന്നത്? ആ ഖബർ കുഴിച്ച മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ,
കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. പടച്ചവനെ, ഈ ഖബർ കുടിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, സഅദ്, നിനക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? ഏത് നന്മ ചെയ്തിട്ടാ നിനക്ക് ഇത്രയും വലിയ ഒരു പ്രതിഫലം കിട്ടിയത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഈ നന്മകൾക്ക് പകരം എന്റെ റബ്ബ് തന്നതാ എന്നവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പരിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനങ്ങളിൽ ഈ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് രണ്ട് കാര്യമേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ബഹുമാനിക്കണേ, അതിനെ ആദരിക്കണേ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണേ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണേ. പരിഗണന കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് എഴുതിത്തള്ളും. വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. ഒരു കാലത്തും നിന്റെ ഹൃദയത്തിൽ വെളിച്ചം കയറൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതാണ് മുസ്ലിം പേരുകൾ വെച്ചുകൊണ്ട് ഇന്ന് കയറി നിന്നിട്ട് പലതും പറയുന്നത്. അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നു, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നു. നിരീശ്വരവാദത്തിലേക്ക് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ ആദരിക്ക്, ഖുർആനിനെ ബഹുമാനിക്ക്. ഖുർആൻ ഓതിയാൽ അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം, കേട്ടാൽ അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. അള്ളാഹു ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് സൂറത്തുകൾ ഞാൻ പഠിപ്പിച്ചു തന്നു. രണ്ടും ചെറിയ സൂറത്താണ്. ഒന്ന് സൂറത്തു തഖാസുർ, രണ്ട് സൂറത്തുൽ ഇഖ്ലാസ്. ഈ 2 അധ്യായങ്ങളും കഴിവിൻ്റെ പരമാവധി പാരായണം ചെയ്യ്. സൂറത്തുൽ തഖാസുർ പാരായണം ചെയ്യുമ്പോൾ കരയാൻ പറ്റുമെങ്കിൽ കരയ്, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്ക്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ആ അധ്യായത്തെ സ്നേഹിച്ച സഹാബിയോട് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, 10 പ്രാവശ്യം പാരായണം ചെയ്താൽ മൻ കസറ, അവിടെ പറഞ്ഞല്ലോ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ ബനല്ലാഹു ലഹു ഖസറൻ ഫിൽ ജന്ന. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വേളയിൽ നിങ്ങളെ എല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുവാനും നല്ല കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ കൂടെ ദുആ ചെയ്യാനും ഒരവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഇതിന്റെ മുൻഗാമികൾ, ഇതിന് കാരണക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം. ചില ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരുന്നേ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം നൽകുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. നല്ല മരണം വേണമെന്ന്. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയാവോ? ചാടി കൈപൊക്കി. എല്ലാവരും ഉസ്താദുമാരെ കാണുമ്പോൾ പറയും നല്ല മരണം വേണം. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നല്ല മരണം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം. മൂക്കിന്റെ ദ്വാരം പതിവിൽ നിന്ന് വികസിക്കണം. മുഖത്തു പ്രകാശമുണ്ടാകണം. ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് ഇതൊരു നല്ല മരണത്തിന്റെ അടയാളമാണ്.
ഈ പറഞ്ഞ 15 കാര്യം മരിച്ചു കിടക്കുമ്പോൾ ഓടിച്ചെന്നാൽ അറിയാം നെറ്റിത്തടം വിയർത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊരു നല്ല മരണത്തിന്റെ അടയാളമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ 15 കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറയുക. ഇപ്പൊ എല്ലാരും കൈപൊക്കി. സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമുക്കൊരു നല്ല മരണം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പുണ്യം എന്താ? നമ്മൾ എന്ത് നന്മയാ ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിക്കേ, എന്ത് നന്മയാ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത്? അല്ലാഹ് ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം നൽകണ റഹ്മാനെ. ഈ രാത്രി ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി നീ സാക്ഷി പറയണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകള് ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഓരോ റമളാൻ വരുമ്പോഴും ഈ ഉമ്മത്ത് വല്ലാത്ത സങ്കടത്തില പടച്ചോനെ റഹ്മാനായ അല്ലാഹ്. വീണു മരിച്ചു പോകുന്നവർക്ക് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാഹ്. അവർക്ക് നീ സമാധാനം കൊടുക്കണേ പടച്ചവനെ. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ് പടച്ചവനെ, നീ ഞങ്ങളെയും സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. യതീമായ പെൺകുട്ടികൾക്ക് വേണ്ടി ചോദിച്ചപ്പോ ഈ തന്നവരുടെ പേരും സർവ്വതും നിനക്കറിയാം. അല്ലാഹുവേ, നീ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ പിഞ്ചു മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാഹ്. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കി കളയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ പടച്ചോനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവൊക്കെ ഖബറില്ല നീ സ്വർഗം കൊടുക്കണേ പടച്ചോനെ. മാട രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ പടച്ചോനെ. എൻ്റെ മക്കളുടെ രോഗങ്ങളൊക്കെ മാറ്റണേ പടച്ചോനെ. എന്നെ ഒരു ഹാഫിളിൻ്റെ ഉപ്പയാക്കണേ അല്ലാഹ്. പടച്ചോനെ, എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചോൻ, എൻ്റെ ഭാര്യയെ നീ സ്വാലിഹത്താക്കണേ റഹ്മാനെ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചോനെ. അഹങ്കാരം തരല്ല റഹ്മാൻ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾക്ക് പരാതിയൊന്നുമില്ല, നീ ശിഫ നൽകണേ പടച്ചോനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ പടച്ചോനെ. ഖുർആനും ഹദീസൊക്കെ പറഞ്ഞ അർത്ഥം പറയും പടച്ചോനെ. മുതഅല്ലിമ, പിഴവുകളൊക്കെ നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാഹ്. ഇത് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞാനൊരു യാത്രക്കാരനാ പടച്ചവനെ. യാത്രയിലെ പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. സന്തോഷത്തോടുകൂടി പോയി തിരിച്ചു വരാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.